ഫ്രണ്ട്സ്, അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഫിഷ് ബിരിയാണിയാണ്. ഫിഷ് ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് ഫിഷ് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല പുരട്ടാം. മസാല പുരട്ടുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 10 വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത്, ഒരു ചെറുനാരങ്ങയുടെ നീര്, കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ വെള്ളം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഇതിൽ നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കുക. നല്ലതുപോലെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 കറിവേപ്പില തണ്ട് ഇട്ട് കൊടുക്കാം. ഫിഷ് ചട്ടിയുടെ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഫിഷ് ഓരോന്നായി വെച്ച് കൊടുക്കാം. മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഫിഷ് ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കണ്ട. നല്ല ക്രിസ്പി പരുവത്തിലല്ല വേണ്ടത്. നല്ല സോഫ്റ്റ് ആയിരിക്കുകയും വേണം, ഫ്രൈ ആവുകയും വേണം. അങ്ങനത്തെ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. ഫിഷ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഫിഷും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. റൈസ് വേവിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 25 മില്ലി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സാജീരകം, ജാതിക്ക ഇവയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുന്നിടം വരെ അടച്ചു വെച്ച് കൊടുക്കാം. റൈസ് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ക്യാരറ്റ് നീളത്തിലാണ് മുറിച്ചിരിക്കുന്നത്, നീളത്തിൽ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വെന്ത് വരുന്നിടം വരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. റൈസ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ടല്ല, ഹാഫ് കുക്കാണ് ആയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ചോറ് മാത്രം എടുക്കാം. ഫിഷ് മുഴുവൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 സവാള ചെറുതായി മുറിച്ചതും 6 പച്ചമുളക് നടുവേ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഫിഷിന് വേണ്ടുന്ന ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തതാണ്. ഇനി മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം മതി. റൈസും നമ്മൾ ഉപ്പിട്ട് വേവിച്ചെടുക്കുന്നതാണ്. സവാള ചെറുതായിട്ട് വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്തതിൻ്റെ പാത്രത്തിൽ അതിൻ്റെ കുറച്ച് മസാലയുണ്ട്. ആ മസാല നമുക്ക് ഈ സവാളയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ആ മസാല നമ്മൾ ചേർക്കുമ്പോൾ ഇതിലേക്ക് നല്ലപോലെ ഫിഷിൻ്റെ ടേസ്റ്റ് കിട്ടും. നല്ല ഫ്രൈ ആയ ഫിഷിൻ്റെ ടേസ്റ്റ് സവാളയിലേക്ക് പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. സവാള നല്ലതുപോലെ വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 10 വെളുത്തുള്ളി ചതച്ചതും 2 ചെറിയ തക്കാളി ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നല്ലതുപോലെ വഴറ്റി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില ഇവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് നല്ലോണം ചേർക്കണം, മല്ലിയിലയും പുതിനയിലയും. അപ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഒക്കെ ഉണ്ടാവും നമ്മുടെ ബിരിയാണിക്ക്. തക്കാളിയും സവാളയൊക്കെ നല്ലതുപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം, പൊടികളുടെ പച്ചമണം പോകുന്നിടം വരെ. ഇനി ഇതിലേക്ക് വലിയ സ്പൂണിന് 3 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. മസാലയെല്ലാം നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് വെച്ച് കൊടുക്കാം.
ഫിഷിൻ്റെ മുകളിലായി റൈസ് എല്ലാം നമ്മൾ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 3 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. റൈസൊക്കെ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് റൈസ് മാത്രം മാറ്റിയെടുക്കാം. ഇതിൽ നിന്ന് ഫിഷിൻ്റെ പീസ് ഉടഞ്ഞു പോവാതെ എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കാം. റൈസിൽ നിന്ന് ഫിഷിൻ്റെ പീസൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആദ്യം എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസും മസാലയൊക്കെ കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഫിഷ് ബിരിയാണി ഒട്ടും കുഴഞ്ഞൊന്നും പോവാതെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. റൈസിൽ നിന്ന് നമ്മൾ എടുത്തു മാറ്റിയ ഫിഷൊക്കെ ഈ റൈസിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് സവാള ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട്, കിസ്മിസ്. ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഫിഷ് ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.